നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള മാർത്താണ്ഡവർമ്മ അഥവാ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് നൽകിയ മാർത്താണ്ഡവർമ്മയുടെ ചിത്രം അധികവും വ്യത്യസ്തമായിട്ടുള്ളത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് ഈ അടുത്തിടയ്ക്ക് വായിച്ച ഒരു ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഭൂപടം തിരുത്തിയ രാജാവ് എന്ന നിലയിലാണ്. അപ്പൊ അത്രയേറെ ആദരപൂർവം സമീപിക്കുന്ന, ചെറുകിട രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ച് ഒരു വിപുലമായ രാജ്യം ഉണ്ടാക്കി തീർത്ത ആൾ എന്നുള്ള നിലയിലൊക്കെയാണ് മാർത്താണ്ഡവർമ്മയെ പൊതുവെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ചരിത്ര പുസ്തകങ്ങൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ മാർത്താണ്ഡവർമ്മയെ അതിസ്തുതി കൊണ്ട് മൂടിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറിവോടും അനുഗ്രഹത്തോടും കൂടി തന്നെ ഉണ്ടായതും ആകാം. മാർത്താണ്ഡ മാഹാത്മ്യം കിളിപ്പാട്ട് എന്നൊരെണ്ണം, സ്ഥലപ്പേരും ആളിന്റെ പേരുമൊക്കെ വളരെ വ്യംഗ്യമധുരമായി മാറ്റിയിട്ട് തേ കഥ തന്നെ പറയുന്നതാണ് ശ്രീ മാർത്താണ്ഡ മാഹാത്മ്യം കിളിപ്പാട്ട്. കൊട്ടാരം വകയായിട്ട് ഒരു ആട്ടക്കഥയുണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മാർത്താണ്ഡ വിജയം എന്ന് പറഞ്ഞിട്ട്. ബാലമാർത്താണ്ഡ വിജയം എന്ന് പറഞ്ഞ ഒരു സംസ്കൃത നാടകം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു കവി എഴുതിയതായി സംസ്കൃത നാടകം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിലെല്ലാം ഉപരി നമുക്ക് സുപരിചിതമായിട്ടുള്ള കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് പ്രത്യക്ഷത്തിൽ മാർത്താണ്ഡ സ്തുതിയായിട്ട് തോന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാർത്താണ്ഡവർമ്മയെ സ്തുതി കൊണ്ട് മൂടുന്ന ഒരു കാവ്യമാണ്. മാർത്താണ്ഡവർമ്മയെ ഒരു അവതാര പുരുഷനായിട്ടാണ് വളരെ പ്രകടമായി തന്നെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നവം അവതാരം ഒന്നുകൂടി വേണ്ടി വന്നു നരകാരിക്ക് അൻപതിറ്റാണ്ടിനിപ്പുറത്ത് എന്ന് പറഞ്ഞ് 50 കൊല്ലത്തിനപ്പുറത്ത് മാർത്താണ്ഡവർമ്മ പുതിയൊരു അവതാരമായി ജനിക്കുകയായിരുന്നുവെന്നും മാർത്താണ്ഡ ആഖ്യയായിരിക്കും പ്രത്യക്ഷ ദൈവതത്തിനുടെ മാഹാത്മ്യം ഓർത്തിട്ട് എന്ന് പറഞ്ഞിട്ടാണ്, പ്രത്യക്ഷ ദൈവം എന്ന് പറഞ്ഞിട്ടാണ് മാർത്താണ്ഡവർമ്മയെ രാമപുരത്ത് വായനയിൽ സ്തുതിക്കുന്നത്. ഒരുപക്ഷെ ആ കവിയുടെ ജീവിതം കുചേലന്റെ ജീവിതത്തിന് സമാനമായിരുന്നുവെങ്കിൽ അദ്ദേഹം മാർത്താണ്ഡവർമ്മയെ കൃഷ്ണനായി അല്ലെങ്കിൽ കൃഷ്ണന്റെ പുതിയ അവതാരമായി കാണുന്നത് വഴി അദ്ദേഹത്തിന് നേട്ടങ്ങൾ ഉണ്ടായി കാണും. പക്ഷെ ആ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കവി, അതേ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവി ഒട്ടും തന്നെ വിമർശബുദ്ധി ഉപയോഗിക്കാതെയാണ് ആ കാവ്യം സമച്ചത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അധ്വാനിക്കുന്ന ജനതയെ ഇപ്പോൾ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചതിനെ കുറിച്ച് ഈ കുചേലവൃത്തത്തിൽ സൂചനയുണ്ട്. അപ്പം രാമപുരത്ത് വാര്യർ പറയുന്നത് ഒറ്റക്കല്ലിങ് ഓടി വന്നു മുഖമണ്ഡപീ ഭവിച്ചു മറ്റൊന്ന് ഇതിൽ പരം മന്നർക്ക് ആജ്ഞ കൊണ്ടാമോ. മാർത്താണ്ഡവർമ്മയെ ഒന്ന് ആജ്ഞാപിച്ചപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുമലയിലെ ഉയർന്ന പാറക്കെട്ടിൽ നിന്ന് വലിയൊരു പാറ ഉരുണ്ടിവിടെ വന്ന് സ്വയം ഒറ്റക്കൽ മണ്ഡപമായി എന്നാണ്. ഇതിനപ്പുറം എന്ത് വേണം രാജാജ്ഞ കൊണ്ട് എന്ന് അത്ഭുതപ്പെടുകയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകാരൻ ചെയ്യുന്നത്. എത്രയോ വർഷത്തെ, എത്രയോ കഠിനമായ മനുഷ്യ അധ്വാനത്തെയാണ് ആ ഒരു അലങ്കാര പ്രയോഗം കൊണ്ട് അദ്ദേഹം റദ്ദ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് കാവ്യഭംഗിയുടെ വരിയാണെന്ന് തോന്നാം, ധ്വനിയാത്മകമാണെന്ന് തോന്നാം. പക്ഷെ മനുഷ്യാധ്വാനത്തെ റദ്ദ് ചെയ്യുന്ന ഇത്തരം കവികൾ ചരിത്രത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഇത്തരം ഈ മോഹന ചിത്രങ്ങൾ കൂടി ആണ് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് കേട്ടറിവായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ സാക്ഷാൽ CV എഴുതിയിട്ടുള്ള മാർത്താണ്ഡവർമ്മ എന്ന നോവലിലൂടെ കിട്ടുന്ന സാമാന്യേന ശാന്തഗംഭീരനായ ഒരു യുവാവ് രാജാവ് എന്നുള്ള ചിത്രമാണ് CV പൊതുവെ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്നൊക്കെ പാടെ വിഭിന്നമാണ്. അഥവാ ഔദ്യോഗികമോ പ്രഖ്യാതമോ ആയ ചരിത്രത്തിന്റെ കാഴ്ചകളിൽ നിന്ന് വിപരീത ദിശയിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ നോക്കിക്കാണാനുള്ള ശ്രമം ആയതുകൊണ്ടാണ് ആ പ്രഖ്യാത ഔദ്യോഗിക ചരിത്ര ഭാഷ്യങ്ങളെ നമുക്ക് തിരുവായി ആയി കരുതാമെങ്കിൽ അതിൻ്റെ എതിർവ ആണ് സലിൻ മാങ്കുഴി എഴുതുന്നത്. അതോടുകൂടി മലയാളത്തിൽ ചരിത്ര നോവലിന്റെ പുതിയൊരു ധാരയിൽ, പുതിയൊരു കാലത്തെ കൂടി നമ്മൾ എത്തിച്ചേരുകയാണ്. ആ നിലയിൽ പറഞ്ഞാൽ CV രാമൻപിള്ള മുതൽ സലിൻ മാങ്കുഴി വരെ നീണ്ടു നിൽക്കുന്ന മലയാളത്തിന്റെ ചരിത്ര നോവൽ ധാരയിൽ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും പ്രബലനായ ഒരു രാജാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനാരോഹണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട നോവൽ തികച്ചും ഒരു എതിർവായാണ്. ചരിത്രത്തിന്റെ വിപരീത ദിശയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ വായന നിർവഹിക്കുകയാണ്. വൈലോപ്പിള്ളി കൊണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ കവികൾ ഞങ്ങൾ എപ്പോഴും ഒരു സവർണ പ്രതിപക്ഷം എന്ന് പറഞ്ഞതുപോലെ അർത്ഥവത്താക്കുന്ന ഒരു രചനയാണ് വാസ്തവത്തിൽ എതിർവ എന്നത്.
നമ്മളിന്ന് ജീവിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയിലെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ കരുതുന്ന, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊന്ന്, കരുതുന്ന ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം ഇല്ല എന്ന് നമ്മൾ കരുതുന്ന ഏകാധിപത്യത്തെ നമ്മൾ ഇപ്പോൾ പുനർവായന നടത്തുന്നത്. ഒരു പരിധിവരെ ആ പുനർവായന നടത്തുമ്പോൾ എഴുത്തുകാരൻ ഊന്നൽ കൊടുക്കുന്നത് മനുഷ്യപക്ഷത്താണ്. മനുഷ്യ ജീവിതത്തിൽ ഊന്നുകയും അതിനെ ഏറെക്കുറെ വൈകാരികമായി നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാർത്താണ്ഡവർമ്മ അടക്കമുള്ള പല പ്രമുഖരും വിമർശനത്തിന് വിധേയരാകേണ്ടവരായി മാറുന്നു. അവരുടെ പുറമേ കാണുന്ന മുഖമല്ല, അകം മറ്റൊന്നാണ്. മാർത്താണ്ഡവർമ്മയെ ചിത്രീകരിക്കുമ്പോൾ സലിൻ വളരെ ശ്രദ്ധാപൂർവം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ വേഷപ്രച്ഛന്നതയിലുള്ള വൈഭവവും അതിലുള്ള കൗതുകവുമുണ്ട്. അദ്ദേഹം സ്ത്രീ വേഷധാരിയായ ഒരു വൃദ്ധയുടെ വേഷം ധരിച്ചാണ് കാമുകിയെ കാണാൻ, ഉമ്മിണിത്തങ്കയെ കാണാൻ പോകുന്നത്. ചുറ്റുവട്ടത്തുള്ള ആർക്കും മനസ്സിലാകുന്നില്ല. ഉമ്മിണിത്തങ്കയ്ക്ക് തന്നെ പറഞ്ഞപ്പോഴാണ്, ശബ്ദം മാറിയപ്പോഴാണ് ശബ്ദം മാറി വേറൊന്നായി തീരാൻ, വേഷം മാറി മറ്റൊരാളായി തീരാനുള്ള അദ്ദേഹത്തിന്റെ വൈഭവം. മറ്റൊരു വ്യക്തി കൂടി, നാം അറിയുന്ന പ്രഖ്യാതനായ മാർത്താണ്ഡവർമ്മയ്ക്കുള്ളിൽ ഒന്നോ അതിലേറെയോ വ്യക്തികൾ കൂടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നി. അവസാന ഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് ഉടയാടയാണ് അണിയേണ്ടത് എന്നറിയാതെ വാരിയിട്ട ആഭരണങ്ങളും നിരത്തിയിട്ട ഉടയാടകൾക്കും പുറത്ത് അങ്ങനെ കിടന്നുറങ്ങുന്നതിന്റെ ഒരു ദൃശ്യം അവതരിപ്പിക്കുമ്പോൾ അത് അസാധാരണമായ ഒരു നോട്ടപ്പാട് മാർത്താണ്ഡവർമ്മ എന്ന കഥാപാത്രത്തിന്റെ മനോലോകത്തെക്കുറിച്ച് നമുക്ക് നൽകുന്നു. എപ്പോഴും രാജ്യകാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്ന ആസൂത്രണ വിദഗ്ധനായ കുശാഗ്രബുദ്ധിയായ ഒരു ഭരണാധികാരിക്ക് അപ്പുറത്ത് പലതരത്തിലുള്ള ധർമ്മസങ്കടങ്ങളും പലതരത്തിലുള്ള മാനസികമായ വെല്ലുവിളികളും ഒരുപക്ഷെ ഒറ്റപ്പെടലുകളും അനുഭവിച്ചിരുന്ന, തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ പോകുന്നല്ലോ എന്ന് വേദനിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് മാർത്താണ്ഡവർമ്മയെ എതിർവായന നടത്തുമ്പോഴും സലിൻ കാണുന്നു എന്നതാണ് ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ തന്റെ കഥാപാത്രങ്ങളോട് അദ്ദേഹം പുലർത്തുന്ന നീതിയുടെ ഒരു വശം. മറ്റൊന്ന്, സി വി രാമൻപിള്ളയിൽ നിന്ന് സലിൻ മാങ്കുഴിയിലേക്ക് എത്തുമ്പോൾ സി വി രാമൻപിള്ളയുടെ വിഖ്യാതനായ കുടമൺപിള്ള, നമ്മൾ സി വിയിൽ കുടമൺപിള്ളയെ കാണുന്നത് ഒരു നിഷ്ഠുര കഥാപാത്രമായിട്ടാണ്. കഴക്കൂട്ടത്ത് പിള്ളയുടെ മരണശേഷം എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രമുഖനായി മാറിയ കുടമൺപിള്ള തിരുവനന്തപുരത്തിനടുത്ത് ആണ്ടിറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു വീടുണ്ട്. അവിടെ വെച്ചാണ് മിക്കവാറും തിരുവനന്തപുരത്ത് വരുമ്പോൾ മറ്റുള്ളവരെ, പിള്ളമാരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കൂടിയാലോചന നടത്തുന്നത്. അപ്പൊ അവിടെ ഏതാണ്ട് വൃദ്ധനായ 70 വയസ്സോളം അടുത്ത ഒരു മനുഷ്യനായിട്ട് സി വി കുടമൺപിള്ളയെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ നോവലിന്റെ അവസാന ഭാഗത്ത് കുടമൺപിള്ള അസാധാരണമായ മനുഷ്യദ്രോഹം ചെയ്യുന്നു. ക്രൂരതയുടെ ആൾരൂപമായി അദ്ദേഹം സ്വയം മാറുന്നുണ്ട്. തന്റെ അനന്തരവളെ അവൾ ഒറ്റുകാരിയാണ് എന്ന് കരുതിയിട്ട് സി വി സൃഷ്ടിച്ച ഏറ്റവും വലിയ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായ സുഭദ്രയെ, തന്റെ അനന്തരവളെ നിഷ്ഠുരമായി വെട്ടിക്കൊല്ലുന്നു. അതേ സമയത്ത് തന്നെ ബീറാം ഖാന്റെ വാളിനിരയായി കുടമൺപിള്ളയെ മരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ സി വി കുടമൺപിള്ളയെ കുറിച്ച് തന്ന ചിത്രത്തിൽ നിന്ന് പാടെ വിഭിന്നമായ മറ്റൊരു ചിത്രം ഈ നോവലിൽ എതിർവായി നമുക്ക് കാണാൻ കഴിയും. ആ കുടമൺപിള്ളയെ ഉടുമൺപിള്ളയാക്കിയിരിക്കുന്നു എന്നത് പേരിലെ ഒരു മാറ്റം മാത്രമായിട്ടല്ല, അദ്ദേഹത്തെ യൗവനയുക്തനായ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കനായ അരോഗദൃഢഗാത്രനായ ഒരു അഭ്യാസിയായി, ഒരു ദേശസ്നേഹിയായി, ഒരു മനുഷ്യസ്നേഹിയായി ഇതിനകത്ത് ആവിഷ്കരിക്കുന്നു. ആ നിലയിൽ നമ്മൾ ഈ കണ്ട കൊടുമൺപിള്ളയാണോ, അതോ നമ്മൾ സി വിയിൽ കണ്ട കുടമൺപിള്ളയാണോ, അല്ലെങ്കിൽ കേട്ടറിവുള്ള എട്ടുവീട്ടിൽ പിള്ളമാരിലെ കുടമൺപിള്ള അല്ലെങ്കിൽ കൊടുമൺപിള്ളയാണോ? ഏതാണ് ശരിയായ കൊടുമൺപിള്ള? നമ്മൾ സലിന്റെ നോവലിൽ കാണുന്ന, സി വിയുടെ നോവലിൽ കാണുന്ന, ഈ വാഴ്ത്തുപാട്ടുകളിൽ കണ്ട, ചരിത്ര പുസ്തകങ്ങളിൽ കണ്ട മാർത്താണ്ഡവർമ്മ, ഇതിലേത് മാർത്താണ്ഡവർമ്മയായിരിക്കും ശരിക്കുള്ള മാർത്താണ്ഡവർമ്മ? നമുക്കറിയില്ല. ഏത് ചരിത്ര പുസ്തകം വായിച്ചാലും നമുക്ക് കിട്ടുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ചിത്രമാണ്. ആ ചിത്രത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് വിടവുകൾ, ഒരാൾ ആ സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, ചതി, അതിനെ അതിജീവിച്ചത്, ചോരയൊഴുക്കുണ്ടാക്കിയത്, ഇതിന്റെ ഒന്നും ചിത്രം ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് കിട്ടില്ല. അതുകൂടി ആകുമ്പോഴാണ് ഒരു ചരിത്രകാലത്തിന് ജീവൻ വയ്ക്കുന്നത്. അതാണ് എഴുത്തുകാരന്റെ ധർമ്മം. അപ്പൊ ചരിത്രം നമുക്ക് നൽകുന്നത് വസ്തുതകളുടെ, യാഥാർത്ഥ്യത്തിന്റെ, സംഭവങ്ങളുടെ ഒരു ചിത്രം മാത്രമാണ്, ഒരു വശം മാത്രമാണ്. സി വി രാമൻപിള്ളയുടെ നോവൽ ഒരു പരിധിവരെ അതാണ്.
സുഭദ്രയോ പാറുക്കുട്ടിയോ ചരിത്രത്താളുകളിൽ എവിടെയെങ്കിലും ഉള്ളതായി നമുക്കറിയില്ല, കേട്ടുകേൾവിയിൽ പോലും ഇല്ല. പക്ഷെ ആ രണ്ട് കഥാപാത്രങ്ങളെ കൂടി അവതരിപ്പിക്കുമ്പോൾ അനന്തപത്മനാഭൻ ജീവിച്ചിരുന്നതാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തർക്കവിതർക്കങ്ങളുണ്ട്. ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അനന്തപത്മനാഭന്റെ പേരിൽ തമിഴ്നാട്ടിലെ ഒരു ആരാധനാലയം ഒരു ഒരു വെച്ചുപൂജ നടത്തുന്ന ഒരു ചെറിയ ക്ഷേത്രം ഉള്ളതായി കേൾക്കുന്നുണ്ട്. അനന്തപത്മനാഭൻ പടത്തലവർക്ക് കരമൊഴിവായി വസ്തുവകൾ നൽകിയതിനെ സംബന്ധിച്ച് നമ്മുടെ ആർക്കൈവ്സിൽ രേഖകളുണ്ട്. അപ്പൊ അനന്തപത്മനാഭൻ സൈനിക തലവനായ ഒരാൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. അത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ളതാണോ, അതോ നായരായിരുന്നോ, ചാന്നാരുടെ വേഷം കെട്ടിയതാണോ, അതോ ചാന്നാർ തന്നെ ആയിരുന്നോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ബാക്കി സാങ്കല്പിക കഥാപാത്രങ്ങൾ കൂടി ചേരുമ്പോഴാണ് തിരുവിതാംകൂറിന്റെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്. അപ്പോ മാർത്താണ്ഡവർമ്മയുടെ നെട്ടോട്ടത്തിന്റെ അല്ലെങ്കിൽ പപ്പുത്തമ്പിയുടെ ഇടയ്ക്കിടയ്ക്ക് കറുപ്പടിച്ചുകൊണ്ട് വിഷയാസക്തനായി മാറുന്ന, പിന്നീട് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിന് മിഴിവുണ്ടാകുന്നത് ഈ ഭാവനാത്മകമായി അക്കാലത്ത് ജീവിച്ചിരുന്നിരിക്കാവുന്ന സാധ്യതയുള്ള കഥാപാത്രങ്ങളെ കൂടി ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ രൂപം ഉണ്ടാക്കുമ്പോഴാണ്.